നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉജ്ജ്വലമായ സ്മരണകൾ ഉണർത്തി രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യ സ്മൃതിയുടെയും വേറിട്ട മാതൃകകൾ തീർത്ത് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക നിലയങ്ങളും ഉൾപ്പെടെ നാടൊന്നടങ്കം വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഉടമസ്ഥരുടെ ചങ്ങലകളിൽ കുടുങ്ങി മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി റിയാസ്. അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിന് തലയാട്ടേണ്ടവരായി മാധ്യമങ്ങൾ മാറിയെന്നും മന്ത്രിയുടെ വിമർശനം. വാർത്തകൾ വിശദമായി. രാജ്യം 77ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വൈവിധ്യങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ സേനാവിഭാഗങ്ങളുടെ പ്രൗഢഗംഭീരമായ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം. ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ പൌരനായി നിലകൊള്ളുക എന്നതാണ് നമ്മുടെ ദേശീയതയുടെ അടിത്തറ. സഹിഷ്ണുതയും സഹവർത്തിത്വവും പുലരുമെന്നാണ് നാം എടുക്കുന്ന പ്രതിജ്ഞ. ആ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യയായി നിലനിൽക്കുമോ എന്ന ആശങ്ക ചില ചെയ്തികളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് വർത്തമാനകാലം. നമ്മുടെ ഇന്ത്യയായി നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ മൂല്യങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരേഡിൽ പോലീസ്, എക്സൈസ്, ജയിൽ, ഫോറസ്റ്റ്, NCC സീനിയർ, ജൂനിയർ, SPC, സ്കൌട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് ആൺകുട്ടികൾ, ജൂനിയർ റെഡ് ക്രോസ് പെൺകുട്ടികൾ എന്നിവർ അണിനിരന്നു. കണ്ണൂർ DSC സെന്ററിന്റെ നേതൃത്വത്തിൽ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർ ബാൻഡ് മേളവുമായി പരേഡിന് താളം പകർന്നു. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേഷ് ആയോഡൻ പരേഡ് കമാൻഡന്റും കണ്ണൂർ സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് SI ധന്യ കൃഷ്ണൻ പരേഡ് അസിസ്റ്റന്റ് കമാൻഡറുമായി. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, കണ്ണൂർ റൂറൽ പോലീസ് മേധാവി ഹേമലത, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, MLA മാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, KP മോഹനൻ, KV സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ, അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ്, ADM KK ദിവാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പരേഡിൽ സേനാ വിഭാഗത്തിൽ കണ്ണൂർ റൂറൽ, NCC സീനിയർ വിഭാഗത്തിൽ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, NCC ജൂനിയർ വിഭാഗത്തിൽ ആർമി പബ്ലിക് സ്കൂൾ, SPC വിഭാഗത്തിൽ കൂടാളി HSS, സ്കൌട്ട് വിഭാഗത്തിൽ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി, ഗൈഡ്സ് വിഭാഗത്തിൽ SN ട്രസ്റ്റ് HSS തോട്ടട, ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽ കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ, ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽ GVHS പയ്യാമ്പലം എന്നിവർ മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള ട്രോഫി കരസ്ഥമാക്കി. മികച്ച പ്ലാറ്റൂണുകൾക്കും മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾ കാഴ്ചവെച്ചവർക്കും മന്ത്രി ഉപഹാരം നൽകി. തുടർന്ന് ജില്ലയിലെ സംഗീത അധ്യാപകർ അവതരിപ്പിച്ച ദേശഭക്തി ഗാനാലാപനവും അരങ്ങേറി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പുഴാതി കാഞ്ഞിരത്തറ സെൻട്രൽ UP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും സ്വാതന്ത്ര്യദിന ഘോഷയാത്രയിൽ അണിചേർന്നു. ചെമ്പിലോട് SBS സുബുളുൽ സുന്നി മദ്രസയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 77ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ നടത്തി. രാവിലെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റെജി വർക്കി നിർവഹിച്ചു. വന്ദേ മാതരം, വന്ദേ മാതരം.
PTA പ്രസിഡന്റ് ശ്രീജിത്ത് BV അധ്യക്ഷത വഹിച്ചു. HM ഇന്ദിര PP, സ്റ്റാഫ് സെക്രട്ടറി മുരളി P തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ മാല ചാർത്തലും വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യ നൃത്തവും അരങ്ങേറി. वतन वतन मेरे आबाद रहे तो, वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो. മാങ്കടവ് ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടന്നു. മാങ്കടവ് ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ ഹെഡ്മാസ്റ്റർ KP വിനോദ് കുമാർ പതാക ഉയർത്തി. വാർഡ് മെമ്പർ V അബ്ദുൽ കരീം സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബഷീറുദ്ദീൻ MP, മദർ PTA പ്രസിഡന്റ് ഷഫീറ C എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ, കുട്ടികൾ ചേർന്നൊരുക്കിയ ഇന്ത്യയുടെ ഭൂപടം, സ്വാതന്ത്ര്യദിന റാലി, പായസദാനം എന്നിവ നടന്നു. ഇനി ഒരിടവേള. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉജ്ജ്വലമായ സ്മരണകൾ ഉണർത്തി രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യ സ്മൃതിയുടെയും വേറിട്ട മാതൃകകൾ തീർത്ത് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക നിലയങ്ങളും ഉൾപ്പെടെ നാടൊന്നടങ്കം വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഉടമസ്ഥരുടെ ചങ്ങലകളിൽ കുടുങ്ങി മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി റിയാസ്. അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിന് തലയാട്ടേണ്ടവരായി മാധ്യമങ്ങൾ മാറിയെന്നും മന്ത്രിയുടെ വിമർശനം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ.
ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. പ്രാദേശിക തലങ്ങളിൽ വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കുന്നുകൈ കിഴക്കേമുട്ട ദേശവാസികൾ ചേർന്ന് പ്രദേശത്ത് പായസ വിതരണം നടത്തി. രാജ്യം 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും സ്വാതന്ത്ര്യം ലഭിക്കാത്ത വിഭാഗമായി മാധ്യമപ്രവർത്തകർ മാറിയെന്ന് മുഹമ്മദ് റിയാസ്. ഉടമകളുടെ അടിമകളായി വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയം പോലും അവതരിപ്പിക്കാൻ ഒരു മാധ്യമപ്രവർത്തകനും സാധിക്കുന്നില്ലെന്നും റിയാസ് പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വിഭാഗം എനിക്ക് തോന്നുന്നു കുറേയേറെ മാധ്യമപ്രവർത്തകരാണ്. കാരണം നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വാർത്തകൾ നൽകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. മനസാക്ഷിക്ക് വിരുദ്ധമായി ചിലത് പറയേണ്ടി വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം നിങ്ങളെയൊക്കെ ആശംസിക്കുമ്പോഴും നിങ്ങളുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ പൂർത്തീകരിക്കട്ടെ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും CPIM-നെയും LDF സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറെ നേരിട്ടതാണ്. മുസ്ലിം കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏക സിവിൽ കോഡും ധ്രുവീകരണ അജണ്ടയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചേംബർ ഹാളിൽ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലെയും ബഹുഭൂരിപക്ഷത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് മേയർ TO മോഹനൻ പറഞ്ഞു. അത് ബാധിക്കുന്നത് കേവലം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പല സംസ്ഥാനത്തും ഇത് ദോഷകരമായി ബാധിക്കും എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദു വർഗീയതയാണെങ്കിൽ അതാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഉത്തരേന്ത്യയിലെ പല ഹിന്ദു കുടുംബങ്ങളിൽ പോലും ഇതിന്റെ അഴിമതി ഉണ്ടാകും, പ്രശ്നമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ് എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഉണ്ടാകുന്നത്. സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ ആശയപരമായും നാം ശക്തിപ്പെടണമെന്നും മേയർ പറഞ്ഞു. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T ആസഫ് അലി വിഷയാവതരണം നടത്തി. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി, PP ഉമർ മുസലിയാർ, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ഡോക്ടർ സുൽഫിക്കർ അലി, PP അബ്ദുറഹ്മാൻ പെരിങ്ങാടി, MK ഹാമിദ് മാസ്റ്റർ, ഹക്കീർ ഫറൂഖി, CP സലീം, ഡോക്ടർ AA ബഷീർ, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, KT സഹദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC ജീവനക്കാർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. ശമ്പളവും ഓണമാനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് കഴിഞ്ഞ 74 മാസമായി കൃത്യമായി ശമ്പളം വിതരണം ചെയ്യുന്നില്ല. ജീവനക്കാരുടെ ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യുന്നു. ആദ്യം 3 തവണ വിതരണം ചെയ്തു, ഇപ്പോ 2 തവണയായി വിതരണം ചെയ്യുന്നു. ആ വിതരണം ചെയ്യുന്നത് പോലും കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല എന്നതാണ് അവസ്ഥ. തൊഴിലാളികൾ പ്രതീകാത്മകമായി അടുപ്പുകൂട്ടി വെള്ളം തിളപ്പിച്ചാണ് സമരം നടത്തിയത്. ജില്ലാ സെക്രട്ടറി JN കോത്തരി അധ്യക്ഷത വഹിച്ചു. M ഹാഷിം, AN രാജേഷ്, രാജു ചാത്തോത്ത്, T കമലാക്ഷൻ, K പ്രദീപൻ, റനീഷ് ബാബു, TK പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉജ്ജ്വലമായ സ്മരണകൾ ഉണർത്തി രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യ സ്മൃതിയുടെയും വേറിട്ട മാതൃകകൾ തീർത്ത് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക നിലയങ്ങളും ഉൾപ്പെടെ നാടൊന്നടങ്കം വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഉടമസ്ഥരുടെ ചങ്ങലകളിൽ കുടുങ്ങി മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി റിയാസ്. അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിന് തലയാട്ടേണ്ടവരായി മാധ്യമങ്ങൾ മാറിയെന്നും മന്ത്രിയുടെ വിമർശനം.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. കണ്ണൂർ ഇനി കൂടുതൽ തിളങ്ങും. മുനിസിപ്പൽ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി താണ, പ്ലാസ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. 58 തെരുവ് വിളക്കുകളുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടന്നത്. ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. താണയിൽ സാധു കല്യാണ മണ്ഡപം മുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ 20 തൂണുകളിലായി 75 വാട്ട്സ് വീതമുള്ള 40 മനോഹരമായ LED വിളക്കുകളാണ് സ്ഥാപിച്ചത്. 8 മീറ്റർ അകലത്തിലാണ് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള രാത്രി യാത്ര സുഗമമാക്കുന്നതിനായി പ്ലാസ ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് IOC വരെ 18 പോസ്റ്റുകളിലായി 200 വാട്ട്സിന്റെ ഓരോ പുതിയ ലൈറ്റ് വീതമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ലൈറ്റ് സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വൈദ്യുതി ചാർജ് അടക്കുന്നതിനും ഉൾപ്പെടെയുള്ള ചെലവുകൾ സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നേരത്തെ 2 ഘട്ടങ്ങളിലായി ഗാന്ധി സർക്കിൾ മുതൽ ചേംബർ ഹാൾ വരെയും
പയ്യാമ്പലത്തും ഇത്തരത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരം കൂടുതൽ പ്രകാശിതവും സൗന്ദര്യമുള്ളതുമാക്കുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഇനിയും തുടരുമെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അറിയിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, സിയാദ് തങ്ങൾ, സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർമാരായ മുസ്ലിം മഠത്തിൽ, കൂക്കിരി രാജേഷ്, കെ സുരേഷ് കുമാർ, KP അബ്ദുൾ റസാഖ്, ET സാവിത്രി തുടങ്ങിയവർ പങ്കെടുത്തു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇടച്ചേരി ചിന്മയ സ്റ്റഡി ക്ലാസ് അംഗങ്ങൾ മുത്തപ്പൻ മടപ്പുരയിൽ സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചു. രാമായണ മാസത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണമായിരുന്നു ചിന്മയ മിഷൻ സംഘടിപ്പിച്ചത്. മറ്റൊരു ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ വൈകിട്ട് 7 മണി വരെ എടച്ചേരി ചിന്മയ സ്റ്റഡി ക്ലാസ് അംഗങ്ങൾ എടച്ചേരി മുത്തപ്പൻ മടപ്പുരയിലാണ് രാമായണ പാരായണം നടത്തിയത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് കക്കാട് ലീഗ് കോർണറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി കഞ്ഞിവെച്ച് നടത്തിയ പ്രതിഷേധം റംസീന നൌഫ് ഉദ്ഘാടനം ചെയ്തു. പുഴാതി മേഖലാ വനിതാ ലീഗ് പ്രസിഡന്റ് P റഷീദ അധ്യക്ഷത വഹിച്ചു. KPA സലീം, TP നാസർ, നജീബ്, നസീമ, ഫായിസ, ഹസീന എന്നിവർ സംസാരിച്ചു. കൌൺസിലർ P കൌലത്ത് സ്വാഗതവും തസ്ലീമ നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉജ്ജ്വലമായ സ്മരണകൾ ഉണർത്തി രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യ സ്മൃതിയുടെയും വേറിട്ട മാതൃകകൾ തീർത്ത് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക നിലയങ്ങളും ഉൾപ്പെടെ നാടൊന്നടങ്കം വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഉടമസ്ഥരുടെ ചങ്ങലകളിൽ കുടുങ്ങി മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി റിയാസ്. അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിന് തലയാട്ടേണ്ടവരായി മാധ്യമങ്ങൾ മാറിയെന്നും മന്ത്രിയുടെ വിമർശനം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ,
ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ. കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ. കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കൊളച്ചേരി ഒഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും നിറമാലയും നടന്നു. ഒപ്പം പ്രധാന വഴിപാടുകളായ ഹോമവും നവഗ്രഹ പൂജയും മംഗല്യസൂക്താർച്ചനയും നടന്നു. താഴെച്ചൊവ്വ ബൈപ്പാസിൽ ചാലക്കുന്ന് വൺവേയിൽ ഓട്ടോ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SN കോളേജിലെ 1989-91 പ്രീ ഡിഗ്രി ബാച്ച് കോളേജിൽ ഒത്തുചേർന്നു. യാഥേൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി 32 വർഷങ്ങൾക്കിപ്പുറമുള്ള ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു. പ്രശസ്ത ചെറുകഥാകൃത്ത് T. പത്മനാഭൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 1989-91 കാലഘട്ടങ്ങളിലെ പ്രീ ഡിഗ്രി ബാച്ച്, ആ ബാച്ചിൽ തന്നെ 10 ബാച്ചുകൾ ചേർന്ന ഒരു കൂട്ടായ്മയും കുടുംബ സംഗമവുമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നമുക്കതിൻ്റെ ചെയർമാനായിരിക്കുന്ന രാകേഷിനോട് തന്നെ ചോദിക്കാം. അവരെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയും. നമസ്കാരം. നമ്മൾ 1989-91 കാലഘട്ടത്തിൽ കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ആ ഒരു പഠന കാലഘട്ടം 32 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ 32 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ കണ്ടുമുട്ടലും കൂടിയാണ്, നമ്മൾ എല്ലാവരും തമ്മിലുള്ളൊരു കണ്ടുമുട്ടലും കൂടിയാണ് ഈ ചടങ്ങ്. അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സഹപാഠികൾ പലരും പല മേഖലയിലേക്ക്, ഡിഗ്രിക്കും അതുപോലെ പിന്നീട് അതിനുശേഷം തൊഴിൽ സംബന്ധമായും മറ്റുമൊക്കെ പല മേഖലയിലേക്കും പോയി കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അവരുടേതായ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ ഉള്ള ഒരു അവസരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു കൂട്ടായ്മയ്ക്കുള്ള പ്രയത്നം തുടങ്ങിയത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ ആ കോളേജിലുള്ള മുഴുവൻ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ പിന്നെ ഒത്തൊരുമിച്ച് കൊണ്ടുള്ളൊരു കൂട്ടായ്മ ഈ കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി നടക്കുന്നത്. ഏകദേശം 10 ബാച്ചുകളാണ് നമുക്ക് ഈ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഈ 10 ബാച്ചിലുള്ള മുഴുവൻ ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ, അതോ ഗൾഫിലോ മറ്റ് പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ? അതായത് ഇപ്പോൾ പരമാവധി പങ്കെടുക്കാൻ പറ്റുന്ന പരമാവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വിദേശത്തും മറ്റ് തീരെ ഒരു വരാൻ പറ്റാത്ത സാഹചര്യം ഇല്ലാത്ത ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരൊക്കെ ആ ഒരു പങ്കെടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമം, കാരണം 32 വർഷത്തിന് ശേഷമുള്ള പല ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു കൂട്ടുകാരുടെ സഹപാഠികളുടെ ആ കുടുംബം ഇനി സംഗമത്തിലെത്തുന്നുണ്ട്. അവരെ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് അവരെ കുടുംബം കൂടിയുള്ളൊരു സംഘമാണ്. അത് നമുക്ക് ഏറ്റവും അധികം ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഷാജിൽ, നിങ്ങൾ ഇതിൻ്റെ സെക്രട്ടറി അല്ലേ? സെക്രട്ടറിയാണ്. അതെ. എന്താണ് ഇത് കുടുംബ സംഘത്തെ പറ്റിയും നമ്മുടെ ഈ കൂട്ടായ്മയെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് നമ്മളെ അറിയിക്കാനുള്ളത്? ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ
പ്രീ ഡിഗ്രീൻ്റെ ഒരു ഗെറ്റ് ടുഗദർ നടത്തുകയെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഡിഗ്രി ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ആളുകളെ ഉണ്ടാവും ഡിഗ്രി പഠിക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവരെയും കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം കണ്ടുപിടിക്കാനും അവരെ സംഘടിപ്പിക്കാനും പറ്റും. പ്രീ ഡിഗ്രി നമ്മളെ ക്ലാസ്സിലൊക്കെ ഒരു ക്ലാസ് തന്നെ 90 ആളുകളൊക്കെ ഉണ്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറേ ആളുകൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടുന്ന് പോയി എത്രയോ വർഷങ്ങളായി കണ്ടുപിടിക്കാൻ തന്നെ പറ്റില്ല എന്ന് വിചാരിച്ചാൽ. പക്ഷേ ഇത് നമ്മൾ കുറേ അതിൽ പകുതിയോളം ആളുകളെ കണ്ടുപിടിച്ചു. നമ്മളൊരു സംഗമം നടന്നു. അതൊരു സന്തോഷം തരുന്ന അനുഭവമാണ്. അത് നടക്കുന്നു വിചാരിച്ചല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത്രയും ഭംഗി ചെയ്യാൻ പറ്റുന്നൊരു നമുക്കിപ്പം കൂടുതൽ ആളെയും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഓൺലൈനും സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതാണല്ലോ. ഉണ്ട്, അത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ആളുകളെ വാട്സാപ്പ് ത്രൂ ഒക്കെ കണ്ടുപിടിച്ചത്. എന്നിട്ടും പോരാണ്ട് നമ്മൾ കോളേജ് ഓഫീസിൽ വന്ന് അഡ്മിഷൻ രജിസ്റ്റർ എടുത്തു, അതിൻ്റെ അഡ്രസ്സ് എടുത്തു, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ കണ്ടുപിടിച്ച് കുറേ പണിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. SN കോളേജിൽ നിന്നും 1989-91 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയവരാണ് നീണ്ട 32 വർഷങ്ങൾക്കിപ്പുറം ഒത്തുചേർന്നത്. പഠനശേഷം പല വഴികളിൽ പിരിഞ്ഞ് സ്വദേശത്തും വിദേശത്തുമായി വിവിധ മേഖലകളിലേക്ക് ചേക്കേറിയവരുടെ ഒത്തുകൂടൽ ഏറെ രസകരമായിരുന്നു. രാവിലെ 10 മണിയോടെ മീറ്റ് ആൻഡ് ഗ്രീറ്റിലൂടെ അവർ പഴയ കോളേജ് കുട്ടികളായി മാറി. പിന്നെ തിരികെ ക്ലാസ് റൂമിലേക്ക്. ശേഷം വിശിഷ്ടാതിഥികളുടെയും ഉദ്ഘാടകന്റെയും കടന്നുവരവ്. എങ്കിലും വിശേഷങ്ങളേറെയും പങ്കുവച്ചവർ കൌമാരത്തിലേക്ക് കടന്നു. പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു കോളേജിലോ പഠിക്കാൻ ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായിട്ടുള്ള ഒരുവനല്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേത്തെ കൊല്ലം ആണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയത്. അത് അന്ന് ദക്ഷിണേന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൗത്ത് കർണാടകത്തിലെ മംഗലാപുരത്തായി. 89-91 പ്രീ ഡിഗ്രി ബാച്ചിൽ അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് രാകേഷ് AP അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വിശിഷ്ടാതിഥിയായപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ SP കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി ഷാജിൽ CC, വാർഡ് മെമ്പർ PK സജേഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ അജയകുമാർ, കോർഡിനേറ്റർ KP പ്രശാന്ത്, കോളേജ് സൂപ്രണ്ട് പ്രത്യൂഷ് പുരുഷോത്തമൻ, അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സിന്ധു VR തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 5455, പവന് 43,640 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പുകൾ. പട്ടയ കേസുകൾ മാറ്റി. ഓഗസ്റ്റ് 16 കലക്ട്രേറ്റിൽ വിചാരണ നടത്താനിരുന്ന കണ്ണൂർ താലൂക്കിലെ ദേവസ്വം പട്ടയ കേസുകൾ സെപ്റ്റംബർ 20 മാറ്റിയതായി LR ഡെപ്യൂട്ടി കലക്ടർ അറിയിച്ചു. ജില്ലാ വികസന സമിതി യോഗം ഓഗസ്റ്റ് 26 രാവിലെ 11 മണിക്ക് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും. പാലക്കയം തട്ട് പ്രവേശനം രാത്രി 9 മണിവരെ. പാലക്കയം തട്ട് ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം രാത്രി 9 മണിവരെയാക്കി DTPC സെക്രട്ടറി അറിയിച്ചു. ഡിപ്ലോമ പ്രവേശനം, ജില്ലാതല സ്പോട്ട് അഡ്മിഷൻ. ജില്ലയിലെ സർക്കാർ ഇതര പോളിടെക്നിക്കൽ കോളേജുകളിലേക്കുള്ള ജില്ലാതല സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 17, 18, 21, 22 തീയതികളിൽ ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജായ തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കും. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട സമയക്രമവും മറ്റ് വിവരങ്ങളും www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സംരംഭക ബോധവൽക്കരണ ശില്പശാല. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 16 രാവിലെ 10:30 സംരംഭക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. കോളയാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. റിജിൽ ഉദ്ഘാടനം ചെയ്യും. ഫോൺ നമ്പർ 8848517045. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 16 രാവിലെ 10:30 സംരംഭക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ CH കുഞ്ഞഹമ്മദ് മാസ്റ്റർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK തങ്കമണി ഉദ്ഘാടനം ചെയ്യും. ഫോൺ നമ്പർ 8075299806. പാരമ്പര്യേതര ട്രസ്റ്റി നിയമനം. തളിപ്പറമ്പ് താലൂക്കിലെ പുളിമ്പിടാവ് ചുടലി ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു.
അപേക്ഷാ ഫോറം മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ നീലേശ്വരത്തുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും തളിപ്പറമ്പ് ഇൻസ്പെക്ടറുടെ ഓഫീസിലും മലബാർ ദേവസ്വം ബോർഡിന്റെ www.malabardevassam.kerala.gov.in നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ സെപ്റ്റംബർ 13 വൈകിട്ട് 5 മണിക്കകം നീലേശ്വരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉജ്ജ്വലമായ സ്മരണകൾ ഉണർത്തി രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യ സ്മൃതിയുടെയും വേറിട്ട മാതൃകകൾ തീർത്ത് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക നിലയങ്ങളും ഉൾപ്പെടെ നാടൊന്നടങ്കം വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഉടമസ്ഥരുടെ ചങ്ങലകളിൽ കുടുങ്ങി മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി റിയാസ്. അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിന് തലയാട്ടേണ്ടവരായി മാധ്യമങ്ങൾ മാറിയെന്നും മന്ത്രിയുടെ വിമർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.